നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് വീണ്ടും പ്രക്ഷുബ്ധമാവുകയാണ്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസം ശാന്തമായി പാർലമെന്റ് നടന്നു എന്നല്ല. കഴിഞ്ഞ 2 ദിവസം പാർലമെന്റ് അവധിയായിരുന്നു. വെള്ളിയാഴ്ചയാണ് പാർലമെന്റ് തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞത്. ഇന്ന് തിങ്കളാഴ്ച വീണ്ടും പാർലമെന്റിന്റെ ഇരു സഭകളും സമ്മേളിച്ചു. അപ്പോൾ പ്രതിപക്ഷം ആകെ അലമ്പുണ്ടാക്കി എന്ന് നമ്മൾ കണ്ടതാണ്. അതായത് ഭരണപക്ഷത്തിന്റെ യാതൊരു വിധത്തിലുള്ള അജണ്ടയും ഈ പാർലമെന്റിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ന് കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷം ഒന്നിനു പുറകെ ഒന്നായി വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത്. ആദ്യം നീറ്റ് പരീക്ഷാ വിഷയത്തിൽ ചർച്ച വേണമെന്നാണ് ആദ്യ ദിവസം പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ചർച്ച അനുവദിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നായി. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചപ്പോൾ ഈ പാർലമെന്റിൽ അമിത്ഷാ പ്രസ്താവന നടത്തണം എന്നൊരു ആവശ്യമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ പാർലമെന്റ് നടപടികൾ പ്രതിപക്ഷം സ്തംഭിപ്പിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്നിട്ടുള്ള CJP പ്രക്ഷോഭത്തിന് നേരെ നടന്നിട്ടുള്ള ആ ഒരു പോലീസ് അതിക്രമത്തിൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്. ലോക്സഭ ഇന്ന് രാവിലെ സമ്മേളിക്കുന്നു, പ്രതിപക്ഷ ബഹളം തുടങ്ങുന്നു. 12 മണിവരെ സഭ നിർത്തിവെക്കുന്നു. 2 മണിക്ക് വീണ്ടും തുടങ്ങുന്നു. വീണ്ടും സഭ പ്രക്ഷുബ്ധമാകുന്നു. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു. ഇതിനിടയിൽ ലോക്സഭയിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്ന ബില്ല് ലോക്സഭ പാസ്സാക്കുന്നു. പ്രതിപക്ഷ ബഹളം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ചർച്ചയൊന്നും കൂടാതെ നിർണായകമായ ഒരു ബില്ല് പാസ്സാക്കി പോകുന്നു. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടാനുള്ള ബില്ല് നേരത്തെ തന്നെ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. അത് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വരും എന്നറിയിച്ചിരുന്നതാണ്. ആ ബില്ല് വന്നിരിക്കുന്നു. പ്രതിപക്ഷം ഒന്നും അറിഞ്ഞില്ല. പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭാഗത്തുകൂടി ചർച്ചയൊന്നുമില്ലാതെ ഈ ബില്ലും പാസ്സായി പോവുകയാണ്. കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു ബില്ല് പാസ്സായിരുന്നു. ജനന മരണ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലാണ് കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച പാർലമെന്റിൽ ഇതുപോലെ ചർച്ചയൊന്നുമില്ലാതെ പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്സായി പോയത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഇത്തരത്തിൽ നിയമനിർമ്മാണം ചർച്ചയില്ലാതെ നടത്തപ്പെടേണ്ടതെന്നും അന്ന് സ്പീക്കർ തന്നെ പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. പക്ഷേ ചർച്ചയിൽ പങ്കെടുക്കാനോ ബില്ല് അവതരണവുമായി സഹകരിക്കാനോ ബില്ല് പാസ്സാകുന്നതുമായി സഹകരിക്കാനോ പ്രതിപക്ഷം തയ്യാറായില്ല. അങ്ങനെ 2 ബില്ലുകളും ഇതാ ചർച്ചയൊന്നും കൂടാതെ ലോക്സഭ കടന്നുപോയിരിക്കുന്നു. എന്നാൽ രാജ്യസഭയിൽ ഇന്ന് വലിയ തടസ്സം കൂടാതെ പ്രതിപക്ഷം ബഹളം വച്ചുവെങ്കിലും പ്രതിപക്ഷ ബഹളം അവഗണിച്ചുകൊണ്ട് ബില്ലിന്മേലുള്ള ചർച്ച നടന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചർച്ചയൊന്നും കൂടാതെയാണ് ലോക്സഭ ഇന്നത്തെ ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. എന്തായാലും പാർലമെന്റ് വരും ദിവസങ്ങളിലും പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് സൂചന. പാർലമെന്റിൽ ഇപ്പോഴും അമിത്ഷാ എത്തി മറുപടി നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ അമിത്ഷാ എത്താനുള്ള സാധ്യതയുണ്ട്. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച് ഇന്നുവരെയും അമിത്ഷാ പാർലമെന്റിൽ എത്തിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരുന്നുണ്ട്. അവിടെ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ പാർലമെന്റ് സമ്മേളനത്തിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ അദ്ദേഹം എത്തുന്നില്ല. വരും ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ അമിത്ഷാ ലോക്സഭയിലോ രാജ്യസഭയിലോ എത്തിയേക്കുമെന്നാണ് സൂചന. കാരണം നിർണായകമായ ഒരു ബില്ല് അവതരിപ്പിക്കാനുണ്ട്. ആ ബില്ല് അവതരിപ്പിക്കുക അമിത്ഷാ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അമിത്ഷാ പാർലമെന്റിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അമിത്ഷായോട് നേരിട്ട് പ്രതിപക്ഷം ഈ പ്രസ്താവന ആവശ്യപ്പെടുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഇനി ഈ പ്രസ്താവന നടത്തുന്നതുവരെ പാർലമെന്റ് സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷം നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനിടയിലൂടെ വളരെ നിർണായകമായ ബില്ലുകൾ പാസ്സാക്കി BJP പാസ്സാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അതേ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം അതുമായി സഹകരിക്കുന്നില്ല. എത്ര നാൾ ഈ ഒരു പാർലമെന്റ് ഇങ്ങനെ പ്രക്ഷുബ്ധമായ രംഗത്തോടുകൂടി പുരോഗമിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ ജനാധിപത്യത്തിൽ ചർച്ചയും സംവാദവും ഒക്കെ ആവശ്യമാണ്. ആ ചർച്ചകൾ ഇല്ലാതാക്കുന്നത് ശരിയല്ല എന്ന് ഭരണപക്ഷം നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നതാണ്. പക്ഷേ പ്രതിപക്ഷം അതിനോട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. ഇന്ന് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്ന ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ജനസംഖ്യാ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായ ബില്ല് പാസ്സായി. ഇനിയിപ്പോൾ ഏതാനും ചില ബില്ലുകൾ, നിർണായക ബില്ലുകൾ കൂടി പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് വരാനിരിക്കുന്നു എന്ന സൂചനയുണ്ട്. അതായത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പാസ്സാക്കാൻ കഴിയാതെ പോയ വനിതാ സംവരണ ബില്ല്, അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയ ബില്ല്, ഇത്തരം നിർണായകമായ ബില്ലുകൾ വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് വരുന്നു എന്ന സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം നിർണായകമായ ഒരു യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ പാർലമെന്റ് ഓഫീസിൽ ചേർന്നിരുന്നു. ആ യോഗത്തിൽ മുതിർന്ന മന്ത്രിമാരെല്ലാം പങ്കെടുത്തിരുന്നതാണ്.
മാത്രമല്ല സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്തു. അജിത് ഡോവൽ പങ്കെടുത്തതുകൊണ്ട് തന്നെ വളരെ ഗൗരവമേറിയ ഒരു ചർച്ചയാണ് അതിൽ നടന്നത് എന്ന് വ്യക്തമാവുകയാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ചർച്ചകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിർണായകമായ ബില്ലുകൾ ലോക്സഭയിൽ വരാൻ പോകുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം ഇന്നിപ്പോൾ നേടാൻ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അതിന് തൊട്ട് മുമ്പ് ചെറിയ ചെറിയ ബില്ലുകൾ പാസാക്കി ഭരണപക്ഷം അതിൻ്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോവുകയാണ്. നാളെയോ മറ്റന്നാളോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ എത്തിയേക്കുമെന്ന സൂചനയും വരുന്നുണ്ട്.